Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu al atammanil akmalani ala khatamil anbiya'i wal mursalin nabiyyina Muhammadin wa ala alihi wa ashabihi wa ahli baitihi at-tayyibin at-tahirin wa man tabi'ahum bi ihsanin ila yaumiddin. Wa ba'd. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോക കോടതിയിലുള്ള ഹിസാബിനെ കുറിച്ച്, വിചാരണയെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയാറുകളെ വിചാരണ നടത്തുന്നവനാണ്. അല്ലാഹു പറഞ്ഞു, വകഫാ ബിനാ ഹാസിബീൻ, വിചാരണ നടത്തുന്നവനായി അല്ലാഹു മതി എന്ന്. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സരീഉൽ ഹിസാബാണ്. അതേപോലെ അസ്റഉൽ ഹാസിബീൻ, പെട്ടെന്ന് കണക്കു നോക്കുന്നവനും വിചാരണ നടത്തുന്നവനുമാണ്. നമ്മുടെ വിഷയം വിചാരണയിൽ അല്ലാഹു പെട്ടെന്ന് വേഗത്തിൽ കണക്കു നോക്കുന്നവനും വിചാരണ നടത്തുന്നവനുമാണ് എന്നറിയിക്കുന്ന അല്ലാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ടാണ്. മനുഷ്യർ ആസകലം ആദ്യാന്തം അല്ലാഹുവിങ്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും. വിചാരണയുടെ വേദിയിൽ ഒരാളും എണ്ണം കുറയാതെ എല്ലാവരും അല്ലാഹുവിങ്കൽ വരും. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, ഓരോരുത്തരും അല്ലാഹുവിങ്കൽ വന്നെത്തും, വിചാരണയ്ക്ക് വിധേയരാവുകയും ചെയ്യും. വിചാരണ അല്ലാഹു നടത്തുന്നത് പല നിലക്കാണ്. വിചാരണ ഇല്ലാതെ സ്വർഗം കടാക്ഷിക്കുന്നവരും അടിയാറുകളിലുണ്ട്. നമ്മൾ വിചാരണയുടെ വിഷയം സഗൗരവമാണ് കാണേണ്ടത്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം ഒരിക്കൽ ദുആ ചെയ്യുകയുണ്ടായി, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹുവേ നീ എന്നെ എളുപ്പമുള്ള വിചാരണയ്ക്ക് വിധേയനാക്കണമേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, എളുപ്പമുള്ള വിചാരണയാക്കണമേ എൻ്റെ വിചാരണ എന്ന്. അപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുസവിധത്തിലുണ്ട്. തിരുനബിയോട് അവർ ചോദിക്കുകയാണ്, യാ നബി അല്ലാഹ് മൽ ഹിസാബുൽ യസീർ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്താണ് എളുപ്പമുള്ള വിചാരണ, യസീറായ നേരിയ വിചാരണ അതെന്താണ്? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുൻദറ ഫീ സയ്യിആതിഹി വയുതജാവസ ലഹു അൻഹാ, ഒരാളുടെ തിന്മകൾ അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയും അയാൾക്ക് അതിൽ മാപ്പരുളുകയും ചെയ്യലാണ് എളുപ്പമുള്ള വിചാരണ. തെറ്റുകളിലേക്ക് നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് മാപ്പ് നൽകുക എന്നുള്ളതാണ് അൽ ഹിസാബുൽ യസീർ. എന്നിട്ട് തിരുനബി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട്
ഒരു യാഥാർത്ഥ്യം പറഞ്ഞത്, ഇന്നഹു മൻ നൂഖിഷൽ ഹിസാബ് യൗമഇദിൻ ഹലക്. ഇന്നഹു മൻ നൂഖിഷൽ ഹിസാബ യൗമഇദിൻ. അന്ന് പരലോക കോടതിയിൽ ഒരാളെ വിചാരണയുടെ വേദിയിൽ മുനാഖശ നടത്തിയാൽ, മുനാഖശ നടത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തിന്മകളുടെ നേരെ കണ്ണോടിച്ച് അത് എന്തിന്, എങ്ങനെ, എപ്പോൾ, എവിടെ ചെയ്തു എന്ന രീതിയിൽ ഒരു മുനാഖശ നടത്തിയാൽ, വിചാരണ നടത്തിയാൽ ഫഖദ് ഹലക്, ആ വ്യക്തിക്ക് ആ ഒരു വിചാരണ തന്നെ മതി അയാൾ നശിക്കാൻ, അയാൾ പതിതനാകാൻ, പരാജിതനാകാൻ എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഹിസാബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എത്രമേൽ ഭയന്നു. തനിക്കുള്ള ഹിസാബ് അത് എളുപ്പമുള്ള ഹിസാബാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണ്. അപ്പം നമ്മളൊക്കെ എത്ര ഭയക്കണം. ഹിസാബിൽ യസീറായ ഹിസാബ് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചു. അതെന്താ? ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങുന്നവൻ അവൻ എളുപ്പമുള്ള വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങുക പറഞ്ഞാൽ ഏത് ഗ്രന്ഥം മനുഷ്യൻ്റെ കർമ്മരേഖയാണ്. മനുഷ്യന്മാരുടെ കർമ്മരേഖയുടെ പ്രത്യേകത അത് ഓരോരുത്തരുടെയും ഭൗതിക ജീവിതമാണ്. അതിൽ നന്മയുണ്ടോ ആ നന്മയെല്ലാം അതിലുണ്ട്, തിന്മയുണ്ടോ ആ തിന്മയെല്ലാം അതിലുണ്ട്. ഖിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണ് ആ കിതാബിൽ എഴുതിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ ചെയ്ത തിന്മകളെ അഹ്സാഹുല്ലാഹ് വനസു, മനുഷ്യർ മറന്നു പോയിട്ടുണ്ട്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഇഹ്സാ ചെയ്തിട്ടുണ്ട്. ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായി ക്ലിപ്തപ്പെടുത്തി കണിശമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പ്രത്യേകത. വഅഹ്സാ കുല്ല ഷൈഇൻ അദദ എന്നാണ്. വഅഹ്സാ കുല്ല ഷൈഇൻ, മനുഷ്യരുടെ എല്ലാ ചെയ്തികളും, എല്ലാ വാക്കുകളും, എല്ലാ വിചാരങ്ങളും വഅഹ്സാ കുല്ല ഷൈഇൻ അദദ എന്നാണ്. എണ്ണിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ലിപ്തി നിർണയം നടത്തിയിട്ടുണ്ട് എന്നാണ്. നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ വെള്ളിയാഴ്ച ദിനം പ്രതി ഓതും. പരലോക കോടതിയിൽ തൻ്റെ കിതാബ് കാണുന്ന മനുഷ്യൻ ആ കിതാബിനെ നോക്കി പരിതപിക്കും. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സ്വാഹാ. ഈ കിതാബിന് എന്ത് പറ്റി? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ, വലുതോ ചെറുതോ ഒന്നുമേ വിട്ടേച്ചിട്ടില്ല കിതാബ്. ഇല്ലാ അഹ്സ്വാഹാ, അതിനെ ക്ലിപ്തപ്പെടുത്തപ്പെട്ട് കൃത്യമാക്കി ഉൾക്കൊള്ളാതെ, എഴുതപ്പെടാതെ, എണ്ണപ്പെടാതെ അങ്ങനെയുള്ള കിതാബാണ് മനുഷ്യന് പരലോകത്ത് നൽകുക. വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വകുല്ലു സഗീരിൻ വകബീർ, എല്ലാ ചെറുതും വലുതും മുസ്തതർ എന്നാണ്. എന്താ? അത് എഴുതപ്പെട്ടിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ആ രേഖയാണ് പരലോക കോടതിയിൽ നൽകുക. അതാണ് ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, തൻ്റെ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവൻ അവനാണ് ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, എളുപ്പമുള്ള ഹിസാബ്, വിചാരണ എന്നാണ്. കാരണം വലത് കൈയിൽ കിതാബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിതാബ് കയ്യിലേന്തുന്നവൻ ഹാഹു മുഖ്റഉ കിതാബിയ, ഇതാ എൻ്റെ കിതാബ്, വായിച്ചു നോക്കൂ എന്ന് അവന് പറയാൻ നിർവൃതി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, അവന് സന്തോഷം ഉണ്ടാകും. മറ്റുള്ളവർ തൻ്റെ കിതാബിൽ തൻ്റെ ചെയ്തികൾ എഴുതപ്പെട്ടത് കാണുന്നതിൽ ഒരലോസരം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അതിൽ നന്മയേ ഉള്ളൂ, തിന്മല്ല. മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കേണ്ട ഒന്നുമില്ല, എല്ലാവർക്കും കാണാവുന്നതേ ഉള്ളൂ, തുറന്ന പുസ്തകം. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ വിചാരണ നടത്തും. വിചാരണ വൈവിധ്യമാണ്. എളുപ്പമുള്ള വിചാരണയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എളുപ്പമുള്ള വിചാരണ, തൻ്റെ വിചാരണയാക്കപ്പെടുവാൻ
മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുന്നവനെന്ന് പറഞ്ഞാൽ ആരെയാണ് വിചാരണ നടത്തുന്നത്? മാനവകുലത്തെയാണ് വിചാരണ നടത്തുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്തിമ മനുഷ്യനായി ഇവിടെ ഉള്ളവർ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ വിചാരണ നടത്തും. ആദ്യാന്തം മനുഷ്യകുലത്തെ വിചാരണ നടത്തും. അപ്പോൾ എത്ര മനുഷ്യന്മാരുണ്ടാവും? എത്ര ഇവിടെ കഴിഞ്ഞു പോയി? ഇനി എത്ര വരാൻ? ഇപ്പോൾ നിലവിലെത്ര? അവർ എല്ലാം വിചാരണ നടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല. എങ്ങനെ വിചാരണ നടത്തും? അവരുടെ ചെയ്തികളെല്ലാം അതിൽ പരസ്യമായതുണ്ട്, രഹസ്യമായതുണ്ട്, നിഗൂഢമായതുണ്ട്, ആവർത്തിച്ച് ചെയ്തതുണ്ട്, ഒരേ പ്രവൃത്തികൾ ആവർത്തിച്ചതുണ്ട്. ഓരോരുത്തരുടെയും കർമ്മങ്ങൾ വാക്കായി പറഞ്ഞതുണ്ട്, പ്രവൃത്തികളായി ചെയ്തതുണ്ട്, മനസ്സിൽ നനച്ചതും വിചാരിച്ചതുമുണ്ട്. അതിലൊക്കെയും അവിടെ വിചാരണയാണ്. യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങളെ വെളിക്കിട്ടിട്ടുള്ള വിചാരണയാണ്. വഹുസ്സില മാ ഫി സുദൂർ, നെഞ്ചകത്ത് ഒളിപ്പിക്കപ്പെട്ടത് അത് വെളിയിൽ കൊണ്ടുവന്നിട്ടുള്ള വിചാരണയാണ്. അപ്പോൾ ഒളിഞ്ഞതും തെളിഞ്ഞതുമൊക്കെ എല്ലാവരുടേതും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുന്നതാണ്. അപ്പോൾ ഇത്രമാത്രം മനുഷ്യകുലം അവരുടേതെല്ലാം വാക്കും പ്രവൃത്തിയും ഉദ്ദേശവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയ്ക്ക് വിചാരണ നടത്തും. അതെങ്ങനെ? സരീഉൽ ഹിസാബ്, പെട്ടെന്നുള്ള വിചാരണയാണ്. അസ്റഉൽ ഹാസിബീൻ, ഏറ്റവും വേഗത്തിൽ കണക്ക് നോക്കിയിട്ടുള്ള വിചാരണയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ പ്രത്യേകത. ആ വിചാരണയിൽ ഒഴിവുള്ളവരെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നു. വിചാരണയില്ലാതെ സ്വർഗം പോകുന്ന അനുഗ്രഹീതരുണ്ട്. ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഅൽതുല്ലാഹ അശ്ശഫാഅത ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികൾക്ക് ശുപാർശ പറയാൻ, ഷഫാഅത്തിന് ഞാൻ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. ഫഖാല ലി, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞു, ലക 70,000 യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. മുഹമ്മദ്, നിങ്ങൾക്ക് 70,000 ആളുകൾ അവർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ആ ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തികളുടെ വിഷയത്തിൽ പറയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുകയാണ്, യാ റബ്ബ് സിദ്നി, റബ്ബേ 70,000 ആളുകൾ എന്നാണ് പറഞ്ഞത്, എനിക്ക് ഏറെ തരണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്, ഫഇന്ന ലക ഹാകദ ഫഹസ ബൈന യദൈഹി വഅൻ യമീനിഹി വഅൻ ശിമാലിഹി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കോരൽ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുന്നിൽ നിന്നും വലത് ഭാഗത്തു നിന്നും ഇടത് ഭാഗത്തു നിന്നും 3 കോരൽ കാണിച്ചു എന്നാണ്. അപ്പോൾ 70,000-തോടൊപ്പം ഈ ആൾക്കൂട്ടങ്ങളും വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരായി ഉണ്ടാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയതായ സുവിശേഷം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു വലിയ ജനാവലി വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നവരാണ് എന്ന് നമ്മൾ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വലിയ ജനാവലികളിൽ ഒരാൾ നമ്മളാകാൻ നമ്മൾ കാക്ഷിക്കണം, നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. അള്ളാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഉഅ്തീതു 70,000 യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. 70,000 ആളുകൾ എനിക്ക് നൽകപ്പെട്ടു, അവർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. വിചാരണ അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 ആളുകൾ എനിക്ക് നൽകപ്പെട്ടു എന്ന് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറയാണ്. വുജൂഹുഹും കൽ ഖമരി ലൈലത്തുൽ ബദർ. വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ ആളുകളുടെ മുഖങ്ങൾ കൽ ഖമരി ലൈലത്തുൽ ബദർ, പൗർണമി രാവിലെ 14 രാവിലെ ചന്ദ്രനെ പോലെ സുമുഖമായിരിക്കും, സുന്ദരമായിരിക്കും, പ്രകാശമയമായിരിക്കും.
വഖുലൂബുഹും അലാ ഖൽബി റജുലിൻ വാഹിദ്. ആ 70,000 സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഒരൊറ്റ ആളുടെ ഹൃദയത്തെ പോലെയായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരുടെയും ഹൃദയം ഒരേപോലെ തെളിഞ്ഞത്, ഒരേപോലെ ഈമാനുള്ളത്, ഒരേപോലെ നന്മയുള്ളത്. അങ്ങനെ 70,000 ഒരാളുടെ ഹൃദയത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. അവരുടെ മുഖഭാവം പൗർണമി രാവിലെ ചന്ദ്രനെ പോലെ സുമുഖമായിരിക്കും എന്നുള്ളതാണ്. തിരുനബി പറയാണ്, ഫസ്തസത്തു റബ്ബി, ഈ 70,000 കിട്ടിയപ്പോൾ ഞാൻ റബ്ബിനോട് ഏറെ ചോദിച്ചു. ഫസാദനി മാ കുല്ലി വാഹിദിൻ 70,000 എന്നാണ്. ഫസാദനി, അപ്പോൾ അള്ളാഹു എനിക്ക് ഏറ്റി തന്നു. മാ കുല്ലി വാഹിദിൻ, ഓരോരുത്തരുടെയും കൂടെ എന്നാണ് ഈ 70,000 ഓരോന്നിൻ്റെയും കൂടെ 70,000 70,000 എന്നാണ്. അപ്പോൾ എത്ര വലിയൊരു പുരുഷാരം, എത്ര വലിയൊരു ജനാവലി ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹിസാബിന് വിധേയരാകാതെയുണ്ട്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅദനി റബ്ബി അൻ യുദ്ഖിലൽ ജന്നത മിൻ ഉമ്മത്തി 70,000. എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് 70,000 ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അള്ളാഹു എനിക്ക് വാഗ്ദാനം ചെയ്തു. ലാ ഹിസാബ അലൈഹിം വലാ അദാബ്, അവർക്ക് വിചാരണയില്ല, അവർക്ക് ശിക്ഷയുമില്ല. മാ കുല്ലി അൽഫിൻ 70,000, അതിൽ ഓരോ 1000തോടൊപ്പവും 70,000 ആളുകൾ ഉണ്ടാകും. വസലാസു ഹസയാത്തിൻ മിൻ ഹസയാത്തി റബ്ബി, ഈ ഒരു വലിയ ആൾബലത്തോടൊപ്പം റബ്ബിൻ്റെ കൈക്കോരലിൽ 3 കോരൽ ആളുകളും. 3 കോരൽ, അപ്പോൾ എത്രമാത്രമായിരിക്കും? മേലാവയവൻ്റെ കൈക്കോരൽ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ 2 കൈയിൽ കോരിയിടുന്ന മാതിരിയല്ല. റബ്ബിൻ്റെ കൈ കോരലിൽ 3 കോരലുകളും എനിക്ക് നൽകി എന്നാണ്. അപ്പോൾ എത്ര വലിയൊരു വിഭാഗം ആളുകൾ ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ, ഹുമുല്ലദീന ലാ യക്തവൂൻ വലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, അദാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ലക്ഷണം പറഞ്ഞത്, അവർ കയ്യ് ചികിത്സ നടത്താത്തവർ. കയ്യ് ചികിത്സ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ചൂടാക്കി ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അറാബികൾക്ക് പണ്ട് അതിലൊരു അമിത വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു ചികിത്സ ലക്ഷ്യം തെറ്റൂല, എന്തായാലും ഷിഫ കിട്ടുമെന്നുള്ളൊരു അമിത വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ ഒരു ചികിത്സ പാടില്ല, നിരുത്സാഹപ്പെടുത്തപ്പെട്ടു. പിന്നെ ഹുമുല്ലദീന ലാ യക്തവൂൻ വലാ യസ്തർഖൂൻ, മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ് അവർ. മന്ത്രിക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്. ഓരോരുത്തരും മന്ത്രിക്കുക എന്നുള്ളതാണ് വേണ്ടത്, മന്ത്രിക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളത് പാടുള്ളതല്ല എന്നർത്ഥത്തിൽ. വലാ യതതയ്യറൂൻ, തീറത്ത് ശകുനമാണ്. യതതയ്യറൂൻ എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ അവർ ശകുനം നോക്കുകയില്ല. ദിനങ്ങളിൽ, നാളുകളിൽ, വസ്തുക്കളിൽ, ജീവികളിൽ ശകുനം ദർശിക്കുക, നഹ്സ് കാണുക, എന്നിട്ട് ഉദ്യമങ്ങളെ മാറ്റിവെക്കുക, അശുഭം ദർശിച്ച് പരിപാടികൾ വേണ്ടെന്ന് വെക്കുക. ഇതാണല്ലോ ശകുനം നോക്കൽ. അങ്ങനെ ചെയ്യാത്തവരാണ് ഇക്കൂട്ടർ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ തങ്ങളുടെ റബ്ബിൽ തവക്കുലാക്കി ഭരമേൽപ്പിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ, വിശ്വാസം പൂർണ്ണമായവർ എന്നുള്ളതാണ്. അപ്പോൾ ഈ ആളുകൾ, അവർ 70,000 പേർ ഹിസാബില്ലാതെ, അദാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നും നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബില്ലാതെ സ്വർഗത്തിൽ എത്തിക്കുന്ന ഭാഗ്യവാന്മാരുണ്ട്. അവർ തുലോം കുറവല്ല, അവർ വലിയ ഒരു പുരുഷാരാണ്. അതിൻ്റെ അളവെത്രയെന്ന് മനസ്സിലാക്കാനാണ് ചില റിപ്പോർട്ടുകൾ ഇവിടെ വായിച്ചത്. 70,000 ആളുകൾ, ഓരോ 70,000-ത്തിലും 1000-തോടൊപ്പം 70,000, ഓരോ ആളുകളോടൊപ്പം 70,000,
റബ്ബിൻ്റെ കൈക്കുമ്പിളിൽ 3 കോരൽ 3 വാരൽ എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ ഒരാൾബലുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളിൽ നമ്മളും അള്ളാൻ്റെ അടിയാറുകളാണ്. ആ ഒരു എണ്ണത്തിൽ നമ്മൾ ഇടം കണ്ടില്ല എങ്കിൽ നമ്മൾ എത്ര വലിയ ഭാഗ്യദോഷികളാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അഊദു ബില്ലാഹ്. അപ്പം ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ഹിസാബിനെ മനസ്സിലാക്കുമ്പോൾ, മേലായ റബ്ബിൻ്റെ ഹിസാബാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഹിസാബിൽ ഒരു മുനാഖശയ്ക്ക് വിധേയമായാൽ അത് വലിയ നാശമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഹിസാബില്ലാതെ സ്വർഗത്തിലെത്താൻ ഉത്കടമായി ഇച്ഛിക്കേണ്ടവരും ആഗ്രഹിക്കേണ്ടവരുമാണ് വിശ്വാസികൾ. അതിനാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. പിന്നെ ഹിസാബ്, എളുപ്പമുള്ള ഹിസാബ്, അത് നമ്മുടെ ഹിസാബാകാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഹിസാബിനെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയുടെ വേദിയിൽ വായക്ക് സീല് വെക്കും. നമ്മളെപ്പോഴും ഓതുന്ന ആയത്താണ് അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായക്ക് നാം സീല് വെക്കുമെന്ന്. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിങ്കൽ പ്രദർശിപ്പിക്കപ്പെടും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. വഅല അഫ്വാഹിക്കും അൽ ഫിദാം, നിങ്ങളുടെ വായകളിൽ ഫിദാം ഉണ്ടായിരിക്കുമെന്നാണ്. ഫിദാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തരം മൂടിയാണ്, അല്ലെങ്കിൽ ഒരു തരം തൊള്ള, വായ അനക്കാൻ കഴിയാത്ത രീതിയിലുള്ള കെട്ടാണ്. വഅവ്വലു മാ യുഅരിബു അൻ അഹദികും ഫഖിദുഹു എന്നാണ്. ആദ്യമായി നിങ്ങളെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങൽ അവൻ്റെ തുടയായിരിക്കും എന്നാണ്. തുടയായിരിക്കും, ഇത് ഹദീസിൽ വന്നിട്ടുണ്ട്. തൊള്ളക്ക് അല്ലാഹു സീല് വെക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ സീലിൻ്റെ പ്രത്യേകത അത് ഫിദാമാണ് എന്നുള്ളതാണ്, അല്ലേ? അത് വായയിൽ വെച്ചിട്ടെങ്കിൽ പിന്നെ മുണ്ടാൻ കഴിയൂല. ആദ്യത്തെ പണി അതാണ്. അള്ളാഹുവിങ്കൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ, വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ വായ മൂടിക്കെട്ടും എന്നുള്ളതാണ്. അവിടെ തർക്കിക്കാൻ കഴിയൂല, അവിടെ കുതർക്കം പറയാൻ കഴിയൂല, അവിടെ സോപ്പിടാൻ കഴിയൂല, അവിടെ വേവലാതിപ്പെടാൻ കഴിയൂല, അവിടെ ഒഴിവ് പറയാൻ ശീലിച്ച ഈ തൊള്ളോട്ട് പറയാൻ കഴിയാത്ത വിധമാണ്. അങ്ങനെയാണ് അവിടെ ഹാജരാക്കപ്പെടുക. പിന്നെ ആദ്യമായിട്ട് സംസാരിക്കൽ കാൽ തുട എന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, തൊട സംസാരിക്കും. അതേപോലെ വതുകല്ലിമുന ഐദീഹിം, അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കുമെന്ന് പറഞ്ഞില്ലേ, കൈ സംസാരിക്കും. അതേപോലെ വതശ്ഹദു അർജുലുഹും, കാലുകൾ സാക്ഷി പറയും. അപ്പോൾ ഇവിടെ മൂകമായി മിണ്ടാതെ കാണുന്ന വസ്തുവകകൾ അവിടെ വാചാലമാകുന്ന ഒരു വേദിയാണ് വിചാരണയുടെ വേദി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെത്തുമ്പോൾ ആ വിചാരണയുടെ വേദിയുടെ പ്രത്യേകത ഇതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പിന്നെ വിചാരണയുടെ വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന അവ്വല മാ യുസ്അലു അൻഹുൽ അബ്ദു യൗമൽ ഖിയാമ മിനൻ നഈമി അൻ യുഖാല ലഹു അലം ഉസിഹ ലക ജിസ്മക വഅർവിക മിനൽ മാഇൽ ബാരിദ് എന്നാണ്. അനുഗ്രഹങ്ങളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത്, നമുക്കറിയാം, വിശ്വാസ കാര്യങ്ങൾ ചോദിക്കും. മാ കുൻതും തഅബുദൂൻ, നിങ്ങൾ എന്തിനെ ആരാധിച്ചിരുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. പിന്നെയോ അമലുകളിൽ ആദ്യത്തെ വിചാരണ ആർക്കാ? കർമ്മങ്ങളിൽ ആദ്യത്തെ വിചാരണ നിസ്കാരത്തെക്കുറിച്ചാണ്. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു മിനൽ അബ്ദ് അസ്സലാഹ്, ആദ്യം കർമ്മങ്ങളിൽ വിചാരണ അത് നിസ്കാരത്തിൻ്റെ വിഷയത്തിലാണ്. അനുഗ്രഹങ്ങൾ, മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ ആദ്യത്തെ വിചാരണ അലം ഉസിഹ ലക ജിസ്മക്, നിനക്ക് ഞാൻ ഹെൽത്തി ബോഡി നൽകിയില്ലേ എന്നാണ്. കരുത്തുള്ള ശരീരം നൽകിയില്ലേ, അരോഗ ദൃഢഗാത്രനായിരുന്നില്ല നീ ചോദിക്കും. അതേപോലെ
വഅർവിക മിനൽ മാഇൽ ബാരിദ്, തണുത്ത വെള്ളം കുടിക്കാൻ തന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കും. കൂൾ ഡ്രിങ്ക്സ് അത് തരപ്പെടുത്തി തന്നില്ലേ, മേനിക്ക് കരുത്ത് നൽകിയില്ലേ, ഇത് അനുഗ്രഹങ്ങളിൽ ആദ്യത്തെ വിചാരണയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയണം. ഞാൻ വിചാരണയുടെ വിഷയങ്ങൾ ഇവിടെ എണ്ണാൻ കാരണം ഇന്ന് പല മനുഷ്യന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ കരുത്തിനെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ ബോധമല്ല. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറു മിനന്നാസ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. രണ്ട് അനുഗ്രഹങ്ങൾ, കുറേ മനുഷ്യന്മാർ അതിൽ ചതിയിലാണ്, വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് അസിഹ, മറ്റൊന്ന് അൽ ഫറാഗ്. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ് സമയം. ഒഴിവ് സമയം എങ്ങനെ തുലക്കണം, ചെലവഴിക്കണത് മനുഷ്യനറിയാത്തൊരവസ്ഥ. ആരോഗ്യം, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് മനുഷ്യന്മാർക്ക് അറിയാത്ത അവസ്ഥ. എന്നിട്ട് മനുഷ്യർ അതിൽ വഞ്ചിതരാണെന്ന് പറഞ്ഞാൽ ഒഴിവ് സമയം അത് സ്ഖലിതങ്ങളിൽ, തിന്മകളിൽ, വിനോദങ്ങളിൽ, അനാവശ്യങ്ങളിൽ അപകടമാം വിധം വിനിയോഗിക്കുന്ന ദുസ്ഥിതി. ആരോഗ്യവും അങ്ങനെയാണ്. അള്ളാഹു നൽകിയ ഈ ആരോഗ്യം അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന മാർഗേണ വിനിയോഗിക്കാതെ അനാവശ്യങ്ങളിൽ, അന്യായങ്ങളിൽ ചെലവഴിക്കുന്ന ഒരു ദുരവസ്ഥ. നമുക്ക് നൽകിയ ആയുസ്സിൽ നമുക്ക് ചോദ്യമുണ്ട്, വിശിഷ്യ യൗവനത്തിൽ ചോദ്യമുണ്ട്. വാൻ ഉംരിഹി ഫീമ അബ്ലാഹ്, പുരുഷായുസ് എവിടെ തുലച്ചു ചോദിക്കും. വാൻ ശബാബിഹി ഫീമ അഫ്ന, യൗവനം എന്തിൽ നശിപ്പിച്ചു ചോദ്യമുണ്ട്. ആ ചോദ്യം വിചാരണയുടെ വേദിയിൽ വരാനിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായി പ്രാധാന്യപൂർവ്വം വായിക്കേണ്ട ഒരു സമയത്താണ് ഇപ്പം മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് ഉള്ളത്. കാരണം എന്താ, സമയം അത് ചെലവഴിക്കുന്നതിൽ മുന്തിയ പരിഗണനയും നിർബന്ധ പരിഗണനയും നൽകേണ്ട വിഷയങ്ങളുണ്ട്. പക്ഷേ ആ നിർബന്ധ പരിഗണന നൽകേണ്ട വിഷയങ്ങൾ പോലും വിസ്മരിച്ചുകൊണ്ടാണ് വിനോദങ്ങളിലും കളികളിലും മനുഷ്യന്മാർ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു മഹാ കഷ്ടാണ്. ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള വിളി കേൾക്കുന്ന മനുഷ്യർ ആ വിളിക്കൊരു വിലയും കൽപ്പിക്കാതെയാണ് വിനോദങ്ങളിൽ കണ്ണു നട്ട്, കളികളിൽ മനസ്സൂന്നി തങ്ങളുടെ ആയുസ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്, ആരോഗ്യം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കളി വേണ്ടെന്നോ അതിൽ രസിക്കണ്ടെന്നോ ഒന്നും ഈ പറഞ്ഞതിന് അർത്ഥമല്ല. വിനോദങ്ങൾ, മത്സരങ്ങൾ, അതിൽ സന്തോഷിക്കാം. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോടൊത്ത് മത്സരിച്ചത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു യാത്രയിൽ ഞാൻ പുറപ്പെട്ടു. യാത്രയിൽ സഹാബത്തിനോട് റസൂലുള്ള പറഞ്ഞ് വേഗം മുന്നിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാനും റസൂലുള്ളയും ബാക്കിലായി. ഞങ്ങൾ തനിച്ചായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചു, താലി ഉസാബിഖിക്, ആയിഷ വരൂ, ഞാൻ നിന്നോടൊപ്പം മത്സരിച്ചോടാനുണ്ട് എന്ന് പറഞ്ഞു ആയിഷമ്മയോട്. അപ്പം ആയിഷമ്മ പറയാണ്, ഞാൻ അന്ന് ലം അബുദുൻ, തടിച്ചു കൊഴുത്തിട്ടില്ല, വലം അഹ്മിലില്ലഹം, കൂടുതൽ ഇറച്ചിയൊന്നും മേത്തില്ല, സ്കെൽറ്റനാണ്, മെലിഞ്ഞ പ്രകൃതിയാണ്. അങ്ങനെ ഫസാബഖനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നോടൊത്ത് മത്സരിച്ചു. ഫസബഖ്തുഹു, ആ ഓട്ടത്തിൽ ഞാൻ മുന്നേറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തോറ്റു, ഞാൻ ഓടി രക്ഷപ്പെട്ടു, മുന്നിലെത്തി. ആ ചരിത്രം അങ്ങനെ കഴിഞ്ഞു. ആ സമയം പിന്നെ ഒരു യാത്രയിൽ ഇതേപോലെ സഹാബത്തിനോടൊത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യവേ ആയിഷ റളിയല്ലാഹു തആല അൻഹ കൂടെ ഉണ്ട്. അപ്പോൾ സഹാബത്തിനോട് റസൂലുള്ള പറഞ്ഞ് മുന്നിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ആയിഷയും തിരുനബിയും പിന്നിലായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറഞ്ഞ്, ഉസാബിഖുക്കി, ഞാൻ നിങ്ങളോടൊത്ത് മത്സരിക്കാനുണ്ട്.
അപ്പോൾ ആയിഷമ്മ പറയാണ്, അതോ അപ്പം എനിക്ക് തടിയുണ്ട്, മുമ്പുണ്ടായതിനേക്കാൾ ഞാൻ പിന്നെ ഈ മാംസമൊക്കെ മേത്തുള്ള തടിച്ച ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഫസബഖനി റസൂൽ എന്നോടൊത്ത് മത്സരിച്ചു, എന്നെ മുൻകടന്നോടി. അപ്പം ഞാൻ തോറ്റു, റസൂൽ ജയിച്ച്. അങ്ങനെ ഫജഅല യദ്ഹഖു, ഞാൻ റസൂൽ ജയിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി ബിതിൽക്ക്, ഈ ജയം അന്നത്തെ പരാജയത്തിൻ്റെ പകരം വീട്ടലാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മത്സരം നടത്തിയിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മത്സരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആ ഒരു ആഹ്ലാദം, ആനന്ദം അത് കണ്ടിട്ടുണ്ട്, രസിച്ചിട്ടുണ്ട്. അതിലൊരു വിലക്കും ഈ ദീനിലില്ല. പക്ഷേ ഇന്ന് മനുഷ്യർ വിനോദങ്ങളുടെ, കളികളുടെ പേരിൽ സന്തോഷപ്രകടനത്തിൻ്റെ സീമകളെ ഭേദിച്ച് നിഷിദ്ധമായ രീതിയിലാണ് പല കാര്യങ്ങളും, കോപ്രായങ്ങളെന്ന് പറയാം, കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം അനർത്ഥങ്ങൾ ശ്രവ്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങൾ പറയാൻ കഴിയാത്ത വിധം അനർത്ഥങ്ങളാണ് പലരുടേതും. ചിലർ പറ്റേ ബാധ്യതകൾ വിസ്മരിച്ചു. ജുമുഅ ജമാഅത്തുകളിൽ പലരുടെയും സാന്നിധ്യമല്ല. ചിലർക്ക് ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുത്താൽ തന്നെ ഉണ്ടാകേണ്ട ഒരു ഖുശൂഉം ഭക്തിയില്ല. കാരണം എന്താ? ശരീരം പള്ളിയിലാണെങ്കിലും മനസ്സ് കളിക്കളത്തിലാണ്. ബാധ്യതകൾ വിസ്മരിക്കുന്ന ദുസ്ഥിതി കളിയാണ്. നിങ്ങളൊന്ന് പോയാണ് എന്നാണ് ഉമ്മാരോട് വരെ പറയുന്നത്. കളീൻ്റെ സമയത്ത് ഉമ്മ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ, ഈ കളി നടക്കുന്നത് കണ്ടില്ലേ, നിങ്ങളൊന്ന് പോയിക്കാണി എന്ന് പറയുന്നിടത്തേക്ക് ബാധ്യതകളെക്കുറിച്ച്, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധമില്ലായ്മ. പിന്നെ ബന്ധവിച്ഛേദനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ടീമിന് പക്ഷം പിടിച്ച് മറ്റൊരു ടീമിൻ്റെ വക്താവ്, അതിനനുസരിച്ചാണ് സ്നേഹപ്രകടനങ്ങളും രോഷപ്രകടനങ്ങളും അടിയും പിടിയും കലാപവും കശാപും. അത് വിശിഷ്യ ഈ ഫുട്ബോളിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ 1950 വേൾഡ് കപ്പ്, അന്ന് ഫൈനലിലെത്തിയ രണ്ട് ടീം, ഒന്ന് ബ്രസീലും മറ്റൊന്ന് ഉറുഗ്വേയുമാണ്. ബ്രസീലിലായിരുന്നു ആ ഫൈനൽ മത്സരം. 2.5 ലക്ഷം ആളുകൾ അന്ന് കളി കാണാൻ ഗാലറിയിലുണ്ടായിരുന്നു എന്നാണ് ആ വിഷയത്തിൽ വായിച്ചൊരു ചരിത്രം. ഈ കളിയുടെ റിസൾട്ട്, അതിനാലുണ്ടാകുന്ന നാനോന്മുഖമായ അപകടങ്ങളും അത്യാപത്തുകളും ഭയന്ന് 13 മീറ്റർ വിസ്താരത്തിൽ 1.5 മീറ്റർ ആഴത്തിൽ കുഴിവെട്ടി ഒരു അണ്ടർഗ്രൗണ്ട് തീർത്ത് അതിലായിരുന്നു കളിക്കാരെ കാണികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നാണ് വായിച്ചത്. അന്ന് 1950 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിന് അന്ന് ദൃശ്യ മാധ്യമങ്ങൾ സജീവമല്ല. അന്നത്തെ കളിക്കളവും ഗാലറിയും പരിസരങ്ങളും മാത്രമായിരുന്നു. ഇന്ന് കളിക്കളങ്ങളെയും ഗാലറികളെയും പരിസരങ്ങളെയും ഭേദിച്ച് ദിഗന്ധങ്ങളിലെന്ന പോലെ ഇതിൻ്റെ സ്വാധീനം അത് ബാധിക്കുകയാണ്. അവിടെ ഒരു ഗോളടിക്കുമ്പോഴത്തിന് അത് പടിഞ്ഞാറിൻ്റെ അങ്ങേയറ്റത്ത്, അല്ലെങ്കിൽ പിന്നെ കിഴക്ക് അങ്ങേയറ്റത്താണ് എങ്കിൽ അതിൻ്റെ ഓളം ഇങ്ങ് തെക്ക് പടിഞ്ഞാറ് അലതല്ലുന്ന സ്ഥിതിവിശേഷം. അവിടെ ഒരു ടീം പരാജയപ്പെടുമ്പോൾ ഇവിടെ ഇങ്ങേ അറ്റത്ത് അതിനാൽ ആത്മഹത്യ, അതിനാൽ ത്വലാഖ്, അതിനാൽ കലാപം, അതിനാൽ കച്ചറ, എത്രയെത്ര പ്രശ്നങ്ങൾ ഈ രീതിയിലാണ് വിഷയങ്ങൾ. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതിൽ വലിയൊരു പങ്ക് മുസ്ലിം നാമധാരികൾ എന്ന് പറയുമ്പോൾ പന്തയങ്ങൾ,
പണച്ചാക്കുകളെ മുന്നിലിട്ടിട്ടാണ് പന്തയങ്ങളും മത്സരങ്ങളും ബെറ്റ് നടക്കുന്നത്. പിന്നെ പലവിധ കോപ്പറേറ്റുകൾ, പുളിച്ചിത്തരങ്ങൾ, ഇതിലൊക്കെ ആയിട്ടാണ് പലരുടെയും ഈ വിനോദങ്ങളെ ആസ്വദിക്കുന്ന രീതികൾ. ഒരു ടീം ജയിക്കും, ഒരു ടീം തോൽക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പ്രാഥമികമായിട്ടൊരു വിശ്വാസിക്കുണ്ടാകേണ്ട ചില വിശ്വാസങ്ങളുണ്ടല്ലോ, വിധിവിശ്വാസം, അതുപോലും പലർക്കും ഇല്ലാത്ത രീതിയിലാണ് പലരുടെയും പ്രവണതകൾ, പ്രവൃത്തികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അദുബ എന്ന പേരിൽ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. അദുബ. ആ ഒട്ടകത്തിൻ്റെ പ്രത്യേകത മത്സരിച്ചോടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് തോൽക്കൂലായിരുന്നതാണ്. എപ്പോഴും അതാ ജയിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അദുബ ഒട്ടകം. സഹാബികളുടെ ശീലം മുഴുവൻ എപ്പോൾ ഓടിയിട്ടുണ്ടെങ്കിലും ഒട്ടകം ജയിക്കും, ഇത് തോൽക്കാറില്ല. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരിക്കൽ അനസ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഒരിക്കൽ ഒരു അറാബി ഒരു കുഴൂദിനെ കൊണ്ടുവന്നതാണ്. കുഴൂദ് എന്ന് പറഞ്ഞാൽ പുറത്ത് കയറി സഞ്ചരിക്കാൻ പാകത്തിലുള്ള ഒരു കരുത്തുറ്റ ആണൊട്ടകം. ആണൊട്ടകത്തിനാണ് കുഴൂദ് എന്ന് പറയാം. 2 മുതൽ 6 വരെ വയസ്സ് കരുത്തുള്ള ആണൊട്ടകങ്ങൾക്കാണ് കുഴൂദ് എന്ന് പറയാം. ഒരു അറാബി ഒരു കുഴൂദിനെ കൊണ്ടുവന്ന് മദീനത്തേക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദുബ ഒട്ടകവുമായിട്ട് അതിനെ മത്സരിച്ചോടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് അയാൾ പറഞ്ഞ് നമുക്കൊന്ന് മത്സരിക്കാമെന്ന് പറഞ്ഞ്. റസൂലുള്ളാഹിൻ്റെ അദുബ ഒട്ടകവും ഇയാളുടെ കുഴൂദും. ആ ഓട്ടത്തിൽ റസൂലുള്ളാഹിൻ്റെ ഒട്ടകം തോറ്റി, ഈ കുഴൂദ് ജയിച്ച്. അത് ജയിച്ചതോടുകൂടി സഹാബികളാകെ മ്ലാനവദനരായി. ഭയങ്കര ദുഃഖം അവരുടെ മുഖത്ത്. അവർ പറഞ്ഞുപോയി, അദുബ തോറ്റല്ലോ, അദുബ ഒട്ടകം പരാജയപ്പെട്ടല്ലോ. ഈ രീതിയിൽ അവരുടെ ടെൻഷൻ അവർ പറയാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്നു. ചില റിപ്പോർട്ടുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉടനടി ആ വിഷയത്തിൽ ഇടപെട്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ, ഈ ദുനിയാവിൽ ഏതൊന്ന് മികവ് പുലർത്തിയോ മികച്ചു നിൽക്കുന്ന ഒന്നിനെ, ജയിച്ചു നിൽക്കുന്ന ഒന്നിനെ താഴെ വെക്കുക എന്നുള്ളത്, താഴെ ഇറക്കുക എന്നുള്ളത് അള്ളാൻ്റെ സുന്നത്താണ്, അള്ളാൻ്റെ വിധിയാണ്. അതുകൊണ്ട് തന്നെ എന്നും വിജയം, എന്നും നെറുകയിൽ ഒരാൾക്ക് ഇവിടെ വിധിച്ചിട്ടില്ല. ഒരു ദിവസം നെറുകയിലുള്ളവൻ താഴെ ഇറങ്ങും. അതാണ് അള്ളാൻ്റെ സുന്നത്ത്, അള്ളാൻ്റെ വിധി. അതുകൊണ്ട് അഥവാ ഒട്ടകം തോറ്റുവെങ്കിൽ ഇവിടെ പൂർണ്ണത ആയിരിക്കാം മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലാക്കാണ്. ബാക്കിയുള്ളതൊക്കെ വിജയപരാജയങ്ങൾ നേടാൻ ഭവിക്കാൻ വിധിക്കപ്പെട്ടതാണ്. ആ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം സഹാബത്തിനെ പഠിപ്പിച്ചു. അപ്പോഴാണ് എല്ലാവരും ആലോചിച്ച്, അതുകൊണ്ടാണ് അവരുടെ ദുഃഖം, ടെൻഷൻ പോയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആരെങ്കിലും ജയിച്ചു, ആരെങ്കിലും തോറ്റു, ഒരു ടീം ജയിച്ചു, ഒരു ടീം തോറ്റു, സ്വാഭാവികമല്ലേ? ജയം അത് പ്രതീക്ഷിക്കുന്ന ടീമുകൾ തോറ്റു വീണുവെങ്കിൽ ഇങ്ങനെ ഒരു വായന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ, സഹാബികൾ മനസ്സിലാക്കിയതുപോലെ എന്തുകൊണ്ട് വിശ്വാസ സമൂഹത്തിനില്ല? എന്തിനാണ് മനുഷ്യന്മാർ തലതല്ലണത്? എന്തിനാണ് മനുഷ്യന്മാർ ടെൻഷനിൽ? എന്തിനാണ് മനുഷ്യന്മാർ ഓവർ ചിന്തയിൽ കലഹിച്ച് കലാപം നടത്തി, അന്യരോട് പിണക്കം പറഞ്ഞ്, അന്യരോട് ദേഷ്യപ്പെട്ട്, അവരുടെ നേരെ കുരച്ചു ചാടി? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലാപം. കാരണം ഭാര്യൻ്റെ ടീം അതാണ്, മറ്റവൻ്റെ ടീം ഇതാണ്. ഒന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ പരാജിതൻ ജയിച്ചവനോട് കുശുമ്പും അതേപോലെ തന്നെ വിദ്വേഷവും. ഈ രീതിയിൽ ഞാൻ കളിയെക്കുറിച്ച് പറയാനല്ല ഈ കാര്യങ്ങൾ ഉണർത്തിയത്. നമ്മുടെ വിഷയം മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലാൻ്റെ വിചാരണയാണ്. ആ ഒരു വിചാരണയിൽ എല്ലാം ചോദിക്കപ്പെടും. അതിലൊന്നും പോകൂല്ല. എല്ലാം അവിടെ തെളിയുന്ന ഒരു നാളെ വരാനിരിക്കുന്നു. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. മിസ്ഖാൽ ദർറ എന്ന് പറഞ്ഞാൽ എന്താ? ദർറത്തിൻ്റെ തൂക്കം എന്നാണ്. ദർറ എന്ന് പറഞ്ഞാൽ ചെറിയ ചോന്ന ഉറുമ്പിനാ പറയാം.
ഏറ്റവും ചെറിയ ജീവി എന്ന നിലക്ക് ദർറ പ്രയോഗിക്കും. പിന്നെ അത് പരമാണുവിന് പറയാൻ തുടങ്ങി. പരമാണുവിൻ്റെ തൂക്കമാണെങ്കിലും അത് അവിടെ കാണാമെന്നാണ്. എവിടെ കാണാം? വിചാരണയുടെ വേദിയിൽ കാണാം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഹാജരാക്കും. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹ അല്ലാഹ്. കടുകുമണിയുടെ തൂക്കമാണ് ഒരാളുടെ കർമ്മം. അതൊരു പാറക്കെട്ടിനകത്താണ്, അല്ലെങ്കിൽ വിശാലമായ ആകാശ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലാണ്, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും ആണെങ്കിലും യഅതി ബിഹ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എത്തിക്കും. പരലോക കോടതിയിൽ വിചാരണക്ക് അത് കൊണ്ടുവരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പുരുഷായുസ് അത് എല്ലാം വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു നാളെ വരാനുണ്ട് എന്ന ബോധത്തിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കണം. എനിക്കൊരു വിചാരണയുണ്ട് എന്ന ബോധത്തിൽ നമ്മൾ ജീവിക്കണം. മേലായ റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കണം. പടച്ചോൻ എന്നെ ചോദിക്കും. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളമാണ്. എൻ്റെ ഒഴിവ് സമയം, എൻ്റെ ആരോഗ്യം, എൻ്റെ കണ്ണ്, കാത്, വിചാരം, ശരീരാവയവങ്ങളൊക്കെയും ചോദിക്കപ്പെടുന്നതാണ് എന്നുള്ളൊരു ബോധം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ദാലിക കാന അൻഹു മസ്ഊല എന്നാണ്. ഇന്ന സമഅ തീർച്ചയായും കേൾവി, വൽ ബസർ കാഴ്ച, വൽ ഫുആദ് ഹൃദയം, കുല്ലു ദാലിക് അതെല്ലാം കാന അൻഹു മസ്ഊല എന്നാണ്, ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. കണ്ണുകൊണ്ട് എന്ത് കണ്ടു, കാതുകൊണ്ട് എന്ത് കേട്ടു, മനസ്സിൽ എന്ത് നനച്ചു വിചാരിച്ചു, ഇതൊക്കെയും നാളത്തെ ചോദ്യത്തിൻ്റെ വിഷയങ്ങളാണെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിലാണ് വിചാരണയുടെ വിഷയത്തെ എടുക്കേണ്ടത്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ മുമ്പിൽ ആദം സന്തതികളെല്ലാവരും അണിനിരന്നാലും എല്ലാവരുടെയും പുരുഷായുസിനെ, അതിൽ ആയുസ് കൂടിയാലും കുറഞ്ഞാലുമൊക്കെ ആദ്യാന്തമുള്ളവരെ വിചാരണ നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റഉൽ ഹാസിബീൻ, വിചാരണ നടത്താൻ ഏറ്റവും എളുപ്പത്തിൽ കണക്ക് നോക്കി വിചാരണ പൂർത്തീകരിക്കുന്നവനാണ് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല. ഒരിക്കലും വിചാരണയിൽ നിന്ന് പോകൂല്ല എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഗൗരവത്തിൽ ഈ വിഷയം കാണണം, ഉൾക്കൊള്ളണം എന്നാണ് എന്നോടെന്ന പോലെ എല്ലാവരോടും ഇവിടെ ഉണർത്തുവാനുള്ളത്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് വിചാരണയെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തിയത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. എന്താ? ജരീർ ബിൻ അബ്ദുള്ള അൽ ബജലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പകലിൻ്റെ തുടക്ക സമയം എന്ന് പറഞ്ഞാൽ ഫജ്റൊക്കെ നിസ്കരിച്ച് ഒരു ദുഹാ സമയത്തോടടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സംഘം ആറാബികൾ ഗ്രാമീണതയിൽ നിന്ന് മദീനയിൽ വന്നു. ആ ആറാബികൾ മദീനയിലേക്ക് വരുമ്പോൾ അവരുടെ രംഗം, അവർ ഹുഫാത്തുൻ ഉറ, നഗ്നതയുടുത്ത അവസ്ഥയിൽ, നഗ്നപാതരാണ് എന്ന് പറഞ്ഞാൽ കാലിന്മേൽ ചെരുപ്പില്ല, വേണ്ടത്ര ഉടയാടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ഒരു ആറാബികളുടെ കൂട്ടാണ് മദീനയിൽ വന്നത്. അവർ മുദർ ഗോത്രക്കാരായിരുന്നു എന്നും ഹദീസിൽ കാണാം. മുദർ ഗോത്രത്തിൽ ആറാബികൾ വന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കണ്ടു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത നഗ്നപാതരായ ഒരു സംഘം സാധു ജനങ്ങളാണ് മദീനയിൽ വന്ന് നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു ആറാബികളുടെ കൂട്ടം മദീനയിൽ വന്നപ്പോൾ അവർക്ക് ഉടുതുണിക്ക് മറുതുണി കാണണ്ടേ? അവരുടെ വിശപ്പിന് പരിഹാരം വേണ്ടേ? അവരുടെ നഗ്നപാദങ്ങൾ അതിലണിയാൻ പാദരക്ഷ വേണ്ടേ? അവർക്കൊരഭയം വേണ്ടേ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ആയത്തുകൾ ഓതി സഹാബികളെ ബോധവൽക്കരിക്കുകയാണ്. അങ്ങനെ ആ ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഭാഗം, അതാണ് വിചാരണയുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാനുള്ള ഭാഗം. എന്താ? തിരുനബി സഹാബത്തിനോട് പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ആരുമേ ഇല്ല ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവനോട് അവൻ്റെ റബ്ബ് സംസാരിക്കാതെ.
ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബുൻ യഹ്ജുബു. അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് തന്നെ മറക്കുന്ന ഒരു മറയും ഉണ്ടായിരിക്കുകയില്ല. നേരിട്ടാ സംസാരിക്കാന്നർത്ഥം, മറല്ലാതെ. വേറെ റിപ്പോർട്ടിൽ ലൈസ ബൈനഹു വബൈനല്ലാഹി തുർജുമാൻ, തൻ്റെയും അള്ളാൻ്റെയും ഇടയിൽ ഒരു പരിഭാഷകനും ഉണ്ടാവില്ല. നോക്കി, പരിഭാഷകൻ പോലും ഇടയിലില്ലാതെ ഒരു മറയുമില്ലാതെ അള്ളാഹു നേരിട്ട് സംസാരിക്കും എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ ചോദിക്കുക? അലം ഊതിക മാലൻ വവലദ, നിനക്ക് ഞാൻ സ്വത്ത് തന്നില്ലേ, നിനക്ക് ഞാൻ സന്തതിയെ നൽകിയില്ലേ? വ ഉഫദ്ദിൽ അലൈക്, എത്ര ഔദാര്യങ്ങൾ ഞാൻ നിൻ്റെ മേൽ വാരിച്ചൊരിഞ്ഞു. അള്ളാഹു ചോദിക്കും. ദാസൻ ബല, സന്തതിയെ നൽകിയിട്ടുണ്ട്, സമ്പത്ത് നൽകിയിട്ടുണ്ട്, ഔദാര്യം തന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കും. അള്ളാഹു ചോദിക്കും, അലം ഉർസിൽ ഇലൈക റസൂലൻ ഫയുബല്ലിഗക്, നിനക്ക് ദീൻ എത്തിച്ചു തരാൻ ഒരു റസൂലിനെ ഞാൻ നിയോഗിച്ചിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കും. അപ്പോഴും ദാസൻ അതെ എന്ന് പറയും. അള്ളാഹു ചോദിക്കും, അലം യജ്അൽ ലക സമഅൻ വബസറ, കാതും കണ്ണും കേൾവിയും കാഴ്ചയും ഞാൻ നിനക്ക് നൽകിയില്ലേ എന്ന് ചോദിക്കും. അപ്പോഴും ബല, അതെ എന്ന് സമ്മതിക്കും. അപ്പം അള്ളാഹു ചോദിക്കും, ഐനമാ ഖദ്ദംത ലിനഫ്സിക്, ഐനമാ ഖദ്ദംത ലിനഫ്സിക്, സമ്പത്ത് നൽകി, സന്തതി നൽകി, കണ്ണ് നൽകി, കാത് നൽകി, ഔദാര്യം തന്നു. അപ്പം അള്ളാൻ്റെ ചോദ്യം, ഫൈനമാ ഖദ്ദംത ലിനഫ്സിക്, നീ നിനക്ക് വേണ്ടി കാലേ കൂട്ടി ചെയ്തത് എവിടെ? നിനക്ക് വേണ്ടി, ഈ പരലോകത്തിന് വേണ്ടി ദുനിയാവിൽ വെച്ച് നീ സമ്പാദിച്ചത് എവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഫയൻദുറു ഖുദ്ദാമഹു, ഈ വ്യക്തി തൻ്റെ മുന്നിൽ നോക്കും, വബഅദഹു, പിന്നിലേക്ക് നോക്കും, വഅൻ യമീനിഹി, വലത്തോട്ട് നോക്കും, വഅൻ ശിമാലിഹി, ഇടത്തോട്ട് നോക്കും. ഫലാ യജിദു ശൈഅൻ യഖീ ബിഹി വജ്ഹഹു ഹർറ ജഹന്നം, ഫലാ യജിദു ശൈഅൻ, ആ മനുഷ്യൻ ഒന്നുമേ കാണൂല. എന്തിന്? യഖീ ബിഹി വജ്ഹഹു അൻ ജഹന്നം, നരകത്തിയിൽ നിന്ന് തൻ്റെ മുഖത്തെ തടുക്കാൻ, കാക്കാൻ. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. നരകത്തിൽ നിന്ന് തൻ്റെ മുഖത്തെ കാക്കാൻ അള്ളാഹു എവിടെ നീ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ 4 ഭാഗങ്ങളിലും കണ്ണ് നടും, ഒന്നും കാണൂല എന്നുള്ളതാണ്. അങ്ങനെയുള്ള വിചാരണ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് അവിടെ പ്രസംഗിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ ഹദീസിൽ? ഈ ഹദീസിൻ്റെ റിപ്പോർട്ടുകളിൽ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം ബുഖാരി, മുസ്ലിം, അഹ്മദ്, തുർമുദി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടുകളുടെ ചില റിവായത്തുകൾ കൂട്ടിവെച്ചാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ബോധവൽക്കരണം നടത്തിയപ്പോൾ മദീനയിൽ 2 കൂമ്പാരം ദാനധർമ്മങ്ങൾ സംജാതായി എന്നാണ്. ഓരോരുത്തരും ഈ ഒരു ഉത്ബോധനം കേട്ട് തൻ്റെ വീട്ടിലുള്ള സംഭാവനകൾ കൊണ്ടുവന്നു എന്നാണ്. വസ്ത്രങ്ങൾ കൊണ്ടുവന്നവരുണ്ട്, ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്നവരുണ്ട്. എന്താണോ വീട്ടിലുള്ളത്, ചിലർ ചെരുപ്പിൻ്റെ മാറുകൾ മാത്രമുള്ളവർ അതുവരെ കൊണ്ടുവന്നാണ്. ചിലരുടെ അടുക്കൽ ശകലം വസ്തുക്കൾ മാത്രമാണുള്ളത്, ധാന്യങ്ങൾ മാത്രം, അതുവരെ കൊണ്ടുവന്നിട്ടു എന്നാണ്. ഏതായാലും പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ വലിയ 2 കൂമ്പാരം സഹായധനമായി വിശുദ്ധ മദീനയിൽ വന്നു. അതാണ് ആ ആറാബികളുടെ പട്ടിണി അകറ്റാൻ, അവരുടെ നഗ്നത മറക്കാൻ, അവരുടെ അവശത തീർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗപ്പെടുത്തിയത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. മനസ്സിലായി? ഈ ഒരു ധാർമ്മിക ബോധം, ഈ ഒരു സമർപ്പണ ബോധം, ഈ ഒരു ആത്മീയ വളർച്ച, അത് ആ സഹാബത്തിന് അന്നുണ്ടാക്കിയത് വിചാരണയുടെ വേദിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില പരാമർശങ്ങളാണ്. ആ ഒരു ബോധം അത് നമ്മളിലും വളരുമ്പോൾ നമുക്കും ധാർമ്മികത, ആത്മീയത, ആരാധനകളിൽ തൽപരത, ഭൗതികതയിൽ വിരക്തി, കളികളിലും അതേപോലെ അനാവശ്യങ്ങളിലും ഒരു നിയന്ത്രണം, ഇതൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അതുണ്ടാകാനാണ് എന്നോടെന്ന പോലെ ഈ ഒരു ഉത്ബോധനം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല
വിചാരണ നടത്തുന്ന റബ്ബാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വഖഫ ബിനാ ഹാസിബീൻ, വിചാരണ നടത്താൻ ഞാൻ മതി എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ അള്ളാഹു വിചാരണക്ക് പരലോക കോടതിയിലെത്തും. വ അശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ, വിചാരണയുടെ ഭൂമിക റബ്ബിൻ്റെ പ്രകാശത്താൽ പ്രകാശമയമാകും എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വിചാരണക്കായി അള്ളാഹു എത്തും. വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ, മലക്കുകളും അണിയണിയായി വരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പം മേലായവൻ്റെ മുമ്പിൽ ഒരു വിചാരണയുടെ ദിവസം എനിക്ക് വരാനുണ്ട് എന്നുള്ളൊരു ബോധം, ആ ബോധം എങ്ങനെ? അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്റഉൽ ഹാസിബീനാണ്, സരീഉൽ ഹിസാബാണ്. പെട്ടെന്ന് കണക്ക് നോക്കി വിചാരണ നടത്തുന്നവനാണ്. എത്രയാളുണ്ടെങ്കിലും, ആളുകളുടെ ചെയ്തികൾ എത്രമാത്രമാണെങ്കിലും, പുരുഷായുസ് എത്ര ഏറിയാലും കുറഞ്ഞാലും എല്ലാവരെയും പെട്ടെന്ന് വിചാരണ നടത്താൻ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ കെൽപ്പുറ്റവനാണ്, കഴിവുറ്റവനാണ് എന്നുള്ള ഒരു ബോധം അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അള്ളാഹുവിന് അസ്റഉൽ ഹാസിബീൻ എന്ന ഒരു പേരുണ്ടോ? ചില പണ്ഡിതന്മാർ അങ്ങനെ ഒരു പേര് അസ്മാഉൽ ഹുസ്നയിൽ എണ്ണിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ ഇത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, പ്രത്യേകതയാണ്, അത് അള്ളാഹുവിനൊരു ഇസ്മായി പേരായി വന്നിട്ടില്ല എന്ന നിലക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടായാലും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ് അവൻ പെട്ടെന്ന് കണക്ക് നോക്കി വിചാരണ നടത്തുന്നവൻ എന്ന്. ആ ഒരു അള്ളാഹുവിൻ്റെ പ്രത്യേകത അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഈ ഒരു ഭൗതിക ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തണം എന്നാണ് വസിയ്യത്ത് ചെയ്യാനുള്ളത്, ഉണർത്താനുള്ളത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖ് അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗം നൽകി അള്ളാഹു നമ്മളെ എല്ലാം ആദരിക്കുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും അള്ളാഹു നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പുണ്യത്തിൻ്റെ വേദിയിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടി ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.